ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് KTU ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ സിസ്റ്റം യൂസസ് എ 32-bit logical address and a page size of 8 KB. If the physical memory is 512 MB, calculate the number of bits required for the page number and the frame number. അപ്പോൾ നമുക്ക് ഇവിടെ പേജ് നമ്പറും ഫ്രെയിം നമ്പറുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലോജിക്കൽ അഡ്രസ്സ് നമുക്ക് തന്നിട്ടുണ്ട് 32 ബിറ്റ്സ്, അത് നമ്മളിവിടെ എടുത്തെഴുതണം. ഇനി പേജ് സൈസ് എന്ന് പറയുന്നത് 8 KB ആണ്. 8 KB എന്ന് പറയുന്നത് 2⁻13 ബൈറ്റ്സ് ആയിരിക്കും. ഓഫ്സെറ്റ് എന്ന് പറയുന്നത് 13 ബിറ്റ്സ് എന്ന് നമുക്കിവിടെ നിന്ന് കിട്ടും. ഇനി പേജ് നമ്പർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോജിക്കൽ അഡ്രസ് മൈനസ് ഓഫ്സെറ്റ് ആണ് പേജ് നമ്പർ. അപ്പോൾ ലോജിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത് 32 - 13 = 19 ബിറ്റ്. ഇതായിരിക്കും നമ്മുടെ പേജ് നമ്പർ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ പോർഷൻ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഫ്രെയിം നമ്പർ കണ്ടുപിടിക്കണം. ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 512 MB എന്ന് തന്നിട്ടുണ്ട്. 512 എന്ന് പറയുന്നതാണ് 2⁻9. ഇനി MB ആയതുകൊണ്ട് തന്നെ 512 MB എന്ന് പറയുന്നത് 2⁻9 × 2⁻20. 2⁻20 ആണ് MB കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ 2⁻9 × 2⁻20 = 2⁻29 ബൈറ്റ്സ് ആയിരിക്കും നമ്മുടെ ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. 2⁻29 ബൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 29 ബിറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ഫിസിക്കൽ അഡ്രസ്സ് കിട്ടി. ഇനി ഫിസിക്കൽ അഡ്രസ്സ് കിട്ടി നമുക്ക് ഫ്രെയിം നമ്പർ കണ്ടുപിടിക്കാം. ഫ്രെയിം നമ്പർ എന്ന് പറയുന്നത് ഫിസിക്കൽ അഡ്രസ് മൈനസ് ഓഫ്സെറ്റ് ആണ്. അപ്പോൾ 29 - 30 = 16 ബിറ്റ്സ് ആയിരിക്കും ഫ്രെയിം നമ്പർ. അപ്പോൾ നമ്മുടെ പേജ് നമ്പർ എന്ന് പറയുന്നത് 19 ബിറ്റ്സും ഫ്രെയിം നമ്പർ എന്ന് പറയുന്നത് 16 ബിറ്റ്സും ആയിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ വൈ ദ bound waiting requirement is important in solving the critical section problem. Bound waiting ensures that there is a limit on the number of times other processes can enter their critical sections after a process has made a request. This prevents starvation. Starvation കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബൗണ്ട് വെയിറ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു പ്രോസസ്സ് ഓൾറെഡി അതിനകത്തുണ്ടെങ്കിൽ അടുത്ത് വരുന്ന പ്രോസസ്സിന് എത്ര ടൈം കഴിഞ്ഞിട്ടായിരിക്കാം അതിനകത്തേക്ക് കയറാൻ പറ്റുന്നത്, അങ്ങനെ ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കും. അതായത് അതിന് അകത്ത് കയറാതിരിക്കാൻ പറ്റില്ല, അകത്ത് കയറാതിരിക്കുന്ന ഒരു കണ്ടീഷൻ വരുന്നില്ല. അതിനെന്താണേലും അകത്ത് കയറാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോവാണ്, അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ട്. അപ്പം അവർ എണീറ്റ് പോയി കഴിയുമ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. അതേപോലെയാണ് ഇവിടെ ബൗണ്ട് വെയിറ്റിംഗ് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് റിയൽ വേൾഡ് അനാലോജി. ടേക്ക് എ നമ്പർ സിസ്റ്റം അറ്റ് Delhi. Even if the Delhi is busy, you will eventually be served at a specific number of people rather than being ignored forever while others cut the line. Third question: compare a hard link and a symbolic link in terms of what happens to the link if the original file is deleted. ഒറിജിനൽ ഫയൽ ഡിലീറ്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹാർഡ് ലിങ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഐനോഡിലേക്കാണ് അത് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദ ഡേറ്റ റിമെയിൻസ് ആക്സസിബിൾ ആസ് ലോങ് ആസ് അറ്റ്ലീസ്റ്റ് 1 ഹാർഡ് ലിങ്ക് എക്സിസ്റ്റ്. അതായത് ഇവിടെ ഒരു 2 ഹാർഡ് ലിങ്ക് നമുക്കുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു ഹാർഡ് ലിങ്ക് ഡിലീറ്റ് ആക്കിയാലും രണ്ടാമത്തെ ഹാർഡ് ലിങ്ക് അവിടെ ഉണ്ടായിരിക്കും. അപ്പം ഡിലീറ്റിംഗ് ദ ഒറിജിനൽ നെയിം ഡസൻറ്റ് ഡിസ്ട്രോയ് ദ ഡേറ്റ ഇഫ് അനദർ ഹാർഡ് ലിങ്ക് പോയിൻറ്റ്സ് ടു ദാറ്റ് ഐനോഡ്. ഇപ്പോൾ ഒരു ഐനോഡ് ഡിലീറ്റ് ആക്കിയാലും നമ്മുടെ കയ്യിലുള്ള രണ്ടാമത്തെ ഹാർഡ് ലിങ്ക് ഒരു ഐനോഡിലേക്ക് പോയിൻറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒറിജിനൽ ഡേറ്റ നമുക്ക് ഡിസ്ട്രോയ് ആയി പോകത്തില്ല, നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇനി സിംബോളിക് ലിങ്കിൽ നമ്മൾ ആ ലിങ്ക് ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ലിങ്ക് ബിക്കംസ് ഡാംഗ്ലിംഗ് അല്ലെങ്കിൽ ബ്രോക്കൺ സിൻസ് ഇറ്റ് പോയിൻറ്റ്സ് ടു എ ഫയൽ നെയിം റദർ ദാൻ ദ ഐനോഡ്. ഡിലീറ്റിംഗ് ദ ഒറിജിനൽ ഫയൽ മേക്സ് ദ ലിങ്ക് പോയിൻറ്റ് ടു നത്തിങ്. അതായത് നമുക്കറിയാം ഹാർഡ് ലിങ്ക് എന്ന് പറയുന്നത് ഒരു ഐനോഡിലേക്കാണ് ലിങ്ക് ചെയ്യുന്നത്. പക്ഷേ സിംബോളിക് ലിങ്ക് എന്ന് പറയുന്നത് ഫയൽ നെയിമിലേക്കാണ് ലിങ്ക് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഫയൽ നെയിമിലേക്ക് പോയിന്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ ലിങ്ക് ഡിലീറ്റ് ആക്കി കളയുവാണെങ്കിൽ നമുക്കൊന്നും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല, ലിങ്ക് പിന്നെ ഒന്നിലേക്കും പോയിന്റ് ചെയ്യില്ല. പക്ഷെ ഹാർഡ് ലിങ്കിൽ 2 ലിങ്ക് ഉണ്ടാവും. നമ്മളിപ്പം ഒരു ലിങ്ക് ഡിലീറ്റ് ചെയ്താലും അനദർ ഹാർഡ് ലിങ്ക് ഐനോഡിലേക്ക് പോയിന്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് ഒറിജിനൽ നെയിം ഡിസ്ട്രോയ് ആയി പോകാതെ ഡേറ്റയെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയാണ് 3 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്.